5 കാര്യം നിങ്ങളിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. വന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. വരുന്നതിന് മുമ്പേ നിങ്ങൾ സൂക്ഷിക്കണം. മനസ്സിലായില്ല? 5 കാര്യം നിങ്ങളിലേക്ക് വരുമെന്നുറപ്പാണ്. വന്നാൽ പിന്നെ നിങ്ങൾക്ക് നന്മ ചെയ്യാനൊന്നും പറ്റൂല. വരുന്നതിന് മുമ്പേ ഇതിനെ സൂക്ഷിക്കണം. എന്തൊക്കെയാണ് 5 കാര്യം? ഒന്നാമത്തേത് ശബാബക ഖബ്ല ഹറമിക, നീ വൃദ്ധനാകുമെന്നുറപ്പാണ്. അല്ലേ? ഒരാൾക്ക് 75 വയസ്സ് വരെ നല്ല യുവാവായിട്ട് നടക്കാൻ പറ്റുമോ? ഒരു 75 വയസ്സ് വരെ ഞാൻ നല്ല ചെറുപ്പക്കാരനാണ്, ബുള്ളറ്റൊക്കെ എടുത്ത് കറങ്ങാൻ പറ്റുമോ? 350 cc ഒക്കെ കഴിയോ? ഇല്ല. അത് മാക്സിമം ഒരു 50-60 വയസ്സ് വരെ. ശബാബക, നിന്റെ യുവത്വത്തെ നീ സൂക്ഷിക്കണം. നീ നന്മ ചെയ്യണം. ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ചെറുപ്പക്കാരാ, നിങ്ങളിത് കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണേ. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം എത്രത്തോളമാണെന്ന്. SKSSFന്റെയും SYSന്റെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരോട്, ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം എത്രത്തോളമാണ്. യുവത്വത്തിൽ അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹു നൽകുന്ന സ്ഥാനം. യുവത്വം എന്ന് പറഞ്ഞാൽ, യൗവനം എന്ന് പറഞ്ഞാൽ 15 മുതൽ 40 വയസ്സ് വരെയാണ്. 40 വയസ്സ് വരെ ഒരാൾ യൗവനമാണ്. കല്യാണം കഴിക്കലോടുകൂടി വൃദ്ധനായില്ല. 30 വയസ്സായാൽ വൃദ്ധനായില്ല. 40 വയസ്സ് വരെ ഒരാൾ ഇസ്ലാം പറയുന്നത് യുവാവെന്നാണ്. അങ്ങനെ ആ ഒരു യൗവനത്തിൽ ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം. അതേപോലെ 60 വയസ്സിന് ശേഷം നന്മ ചെയ്യുന്ന ഒരു സൂഫി വൈദ്യനായ ഒരാൾ പള്ളിയിലേക്ക് പോയി സദാസമയവും എല്ലാ സമയത്തും പള്ളിയിലാണ്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലെത്തുന്നുണ്ട്. 4 റക്അത്ത് മുമ്പും ശേഷവും നിസ്കരിക്കുന്നുണ്ട്. ദിവസേന ഖുർആൻ ഓതുന്നുണ്ട്. തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വെക്കാറില്ല. ആരോടും ബടായി വിടാറില്ല. സദാസമയവും അള്ളാഹുവിനെ ആരാധിക്കുന്ന 60 കഴിഞ്ഞ ഒരാൾ, ശ്രദ്ധിക്കണം, 60 കഴിഞ്ഞ ഒരാൾ അഥവാ വയസ്സായ ഒരാൾ സദാസമയത്തും അള്ളാഹുവിനെ ആരാധിച്ച് സുജൂദിലായി, നിസ്കാരത്തിലായി, പ്രാർത്ഥനകളിലായി, ദിക്റിലായി മുഴങ്ങിയ ഒരു വയസ്സനായ ഒരാൾ. അതേപോലെ നല്ല ചെറുപ്പക്കാരൻ, അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെയും ഇടയിലുള്ള വ്യത്യാസം അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. അമ്പിയാക്കളുടെയും ഒരു സാധാ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസമാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ചെറുപ്പക്കാരൻ അവൻ ഒരു പ്രവാചകനാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വൃദ്ധൻ പ്രവാചകന്മാർക്ക് സമാനമല്ല. അവനൊരു സാധാ മനുഷ്യനാണ്. പ്രവാചകന്റെയും മനുഷ്യനിൽ എത്ര വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വലാത്ത് ചൊല്ലണേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയും ഞാനും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നബിയും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ആലോചിക്കാൻ വേണ്ടി പറയാൻ. അള്ളാഹുവിന്റെ ഹബീബും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ? വ്യത്യാസമൊന്നുമില്ലേ? ഇല്ല, നിങ്ങൾ ഇഷ്ടം കാണുമ്പോൾ വ്യത്യാസമുണ്ട്. നമ്മളും നബീനേക്കാൾ ഉഷാറെന്നൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ നമ്മൾ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസമുണ്ട് ഒരാൾ യൗവനത്തിൽ നന്മ ചെയ്യാതെ വാർദ്ധക്യത്തിൽ 60 വയസ്സിന് ശേഷം നന്മ ചെയ്യുന്നത്. 40 വയസ്സ് വരെ അള്ളാഹുവിന്റെ ആരാധനയിൽ മുഴുകിയ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകന്മാർക്ക് സമാനമാണെങ്കിൽ 60 വയസ്സിന് ശേഷം നന്നായ ഒരാൾക്ക് അത്രത്തോളം സ്ഥാനമില്ല. അവന്റെ നന്മയും ചെറുപ്പക്കാരന്റെ നന്മയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ എന്ത് വേണം? 5 കാര്യം നിനക്ക് വരുമെന്ന് ഉറപ്പാണ്. ചെറുപ്പക്കാരാ എന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങൾ ഒഴിവല്ല. പറയാനുള്ളത്, നിങ്ങളുടെ 10 വയസ്സ് മുതൽ പ്രായപൂർത്തിയെത്തിയത് മുതൽ 40 വയസ്സ് വരെ നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ വാർദ്ധക്യം വരുന്നതിന് മുമ്പേ നന്മ ചെയ്യണം. കാരണം മറ്റൊരു ഹദീസ് കേൾക്കൂ, മറ്റൊരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യുമറുൽ ഹാഫിളാൻ, നന്മയും തിന്മയും എഴുതി വെക്കുന്ന 2 മലക്കുകളുണ്ട്, റഖീബും അതീദും. നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റഖീബുൻ അതീദ്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന ഒരു മനുഷ്യന്റെ ചലനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റഖീബിനോടും അതീദിനോടും അല്ലാഹു പറയുമത്രേ, അനിർഫഖാ ബിഅബ്ദി മിൻ ഹദാസതി സിന്നിഹി ഹത്താ ഇദാ ബലഗൽ 40 ഖീല ഹഫളാ. 40 വയസ്സ് വരെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോ ഒരു എക്സ്ക്യൂസ് കൊടുക്ക്, യുവാവല്ലേ, അങ്ങനെ പറയത്രേ അല്ലാഹു. 40 വയസ്സ് വരെ കേൾക്കണം. സംസാരിച്ച സമയങ്ങളെയല്ല, സംസാരിച്ച ശ്രദ്ധ കൈവിടരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ്, 40 വയസ്സ് വരെയുള്ള ഒരു പെണ്ണോ ഒരു ആണോ ഒരു തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു റഖീബിനോടും അതീദിനോടും പറയുമത്രേ, അനിർഫഖ, ഒന്ന് എക്സ്ക്യൂസ് കൊടുക്ക്, അവന് ചെറുപ്പല്ലേ, യുവത്വല്ലേ. അങ്ങനെ 40 വയസ്സ് കഴിഞ്ഞാൽ
40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാൾ തെറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു എക്സ്ക്യൂസും അവന് കൊടുക്കണ്ട, ഒരു ഇളവും അവന് കൊടുക്കണ്ട. അവനുന്ന സകലമാന കോപ്രാട്ടിത്തരങ്ങളും അതേപോലെ എഴുതി വെക്കണമെന്ന് അള്ളാഹു മലക്കിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ, ഈ ഹദീസ് പറയുമ്പോ മഹാനായ റാവി പൊട്ടി കരയുമായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞ റാവിയാണ്, 40 വയസ്സ് കഴിഞ്ഞ സ്വഹാബിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല, പിന്നെ ഇളവില്ല. പിന്നെ നിങ്ങൾ വീണ്ടും തെറ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും തെറ്റിലേക്ക് തന്നെ മടങ്ങുകയാണ്.